ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈസ്റ്റർ ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പള്ളിയിലൊക്കെ പോയി വന്ന് എല്ലും കപ്പയൊക്കെ ആക്കി കഴിച്ചു. പിന്നെ നമ്മൾ ടൗണിലേക്കൊന്ന് ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഇപ്പം ഞങ്ങളുടെ നാട് ശരിക്കും ഒരു മലയോര പ്രദേശം തന്നെയാണ്. അപ്പം കാസർഗോഡ് ജില്ലയും കണ്ണൂർ ജില്ലയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു നാടാണ് നമ്മുടെ. അപ്പം ഞങ്ങൾ പഠിച്ചതെല്ലാം, ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണെങ്കിലും പഠിച്ചതും മറ്റ് സാധനങ്ങൾ വാങ്ങുന്നതെല്ലാം കണ്ണൂർ ജില്ലയിലാണ്. ഇപ്പം കണ്ണൂർ ജില്ലേനെയും കാസർഗോഡ് ജില്ലേനെയും വേർതിരിക്കുന്നത് ഒരു പുഴയാണ്. നമ്മുടെ അവിടെയൊക്കെ കാര്യങ്കോട് പുഴ എന്ന് ഈ പുഴ അറിയപ്പെടും. ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരാണ് നമ്മുടെ പുഴയ്ക്കുള്ളത്. അങ്ങനെ നമ്മൾ ചെറുപുഴ ടൗണിലേക്കാണ് ഈ പോകുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പം നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാടൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്തൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ടെന്ന്. ആ പുഴ തന്നെയാണ് ഞാൻ പറഞ്ഞ ഈ കാര്യങ്കോട് പുഴ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ പുഴയിലൊക്കെ പോകുന്നുണ്ട്. ആ പുഴയുടെ തുടക്കം എന്ന് പറയുന്നത് കർണാടകത്തിലാണ് ആ പുഴയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ വന്ന് മെയിൻ റോഡിലെത്തി. ഇത് ചിറ്റാരിക്കാല റോഡാണ്, ഹൈവേ ആണ്. അപ്പോൾ ഞങ്ങൾ ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റൊക്കെ ഉള്ളൂ നമ്മുടെ ചെറുപുഴ ടൗണിലേക്ക്. അപ്പം ഞങ്ങളുടെ കുഞ്ഞു ടൗണും ഞങ്ങളുടെ നാടൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ അക്കരെയാണ് നമ്മുടെ കണ്ണൂർ ജില്ല. ഇതുണ്ട്, ഈ പാലമാണ് ഞാൻ പറഞ്ഞത്. ഇക്കരെ കാസർഗോഡ് ജില്ല. അപ്പം നമ്മൾ കണ്ണൂർ ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ പഠിച്ചതും അതേപോലെ സാധനങ്ങൾ വാങ്ങുന്നതും ഹോസ്പിറ്റലിൽ വരുന്നതെല്ലാം നമ്മൾ കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ചെറുപുഴ ടൗണിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം എല്ലാ കടകളും തന്നെ ഉണ്ട്. ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചെറുപുഴ ടൗൺ എന്ന് പറയുന്നത്. ശരിക്കും ഞങ്ങളുടെ നാടെന്ന് പറയുന്നത് ശരിക്കും ഒരു മലയോര പ്രദേശമാണ്. റബ്ബറും തെങ്ങും പച്ചപ്പൊക്കെയുള്ള നല്ലൊരു മലയോര പ്രദേശമാണ്. അപ്പം നമ്മുടെ ചെറുപുഴ ടൗണിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ നമ്മൾ കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നമ്മൾ ചക്ക പറിക്കാൻ വേണ്ടി, പപ്പായും അമ്മയും കൂടെ ചക്ക പറിക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മളും കൂടെ പോയതാണ്. അങ്ങനെ പപ്പ മൂത്ത ഒരു ചക്കയൊക്കെ പറിച്ചിട്ടുണ്ട്. വൈകുന്നേരം വേവിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചക്ക പറിക്കുന്നത്. അങ്ങനെ പപ്പ തോട്ടിയും കൊണ്ട് ചക്കയൊക്കെ പറിച്ചിട്ടിട്ടുണ്ട്. ഈ ചക്ക വേവിക്കാനും നല്ലതാണ്, അതേപോലെ പഴുത്ത് കഴിയുമ്പോൾ നല്ല മധുരമാണ്. എനിക്ക് കൂടുതലായിട്ടും പഴുത്ത ചക്കയാണ് ഇഷ്ടം. അങ്ങനെ ചക്കയൊക്കെ കൊണ്ടുവന്ന് പപ്പ വെട്ടി തരുവാണ്. അപ്പോൾ ഞങ്ങൾ ചെറുപുഴയ്ക്ക് പോയി വന്നതിന് ശേഷം ഞങ്ങൾ നെയ്ച്ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് വൈകുന്നേരത്തിന് വേണ്ടിയാണ് അമ്മയും പപ്പയും കൂടെ തയ്യാറാക്കുന്നത്. അപ്പോൾ പപ്പ ഇതേപോലെ വെട്ടിത്തരും, അമ്മയാണ് ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നെയ്ച്ചോറിന് വെച്ചിട്ടുള്ള ചിക്കൻ കറിയും ഉണ്ട്. അപ്പം ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് റെഡിയാക്കുന്നത്. അപ്പം അമ്മ ചക്കയൊക്കെ വെട്ടി അരിഞ്ഞെടുക്കുകയാണ്. അമ്മയ്ക്ക് നല്ല സ്പീഡാണ് ഇതൊക്കെ ചെയ്യാൻ. നമ്മൾ
നമ്മൾ അധികം ചക്ക വെക്കുന്നില്ല, കാരണം ഒരു നേരമൊക്കെ കഴിക്കുള്ളൂ, വല്ലാണ്ട് അങ്ങനെ കഴിക്കാറില്ല ആരും. നമ്മൾ ചക്കയൊക്കെ അടുപ്പത്ത് വെച്ച് ചക്കയൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ചിക്കൻ കറിയും ചക്കയൊക്കെ കൂട്ടി നമ്മൾ കഴിച്ചു. അതിനുശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനിയും പുഴയിലേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ പുഴയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ചേട്ടായിക്ക് നന്നായിട്ട് നീന്തൽ അറിയാം, എനിക്ക് നീന്തലൊന്നും അറിയത്തില്ല. ചേട്ടായി ഇടയ്ക്ക് ഇവിടെ വന്ന് കുളിക്കാറൊക്കെ ഉണ്ടായിരുന്നു, കല്യാണത്തിന് മുമ്പാണെങ്കിലും. അപ്പം പുഴയിലേക്ക് പോകുന്ന ആ വഴിയും പുഴയൊക്കെ കാണിച്ചു തരാം. ഞാനിതുവരെ പുഴയിലൊന്നും അങ്ങനെ കുളിച്ചിട്ടില്ല, തോട്ടിൽ കുളിച്ചിട്ടുണ്ട്, അല്ലാണ്ട് പുഴയിലൊന്നും അങ്ങനെ പോയി കുളിക്കുമോ എനിക്ക് പേടിയാണ് ശരിക്കും വെള്ളമൊക്കെ. അതുമാത്രമല്ല എനിക്ക് നീന്തലൊന്നും അറിയത്തില്ല. പക്ഷേ ചേട്ടായിക്ക് കുഞ്ഞിലേ മുതൽ ചേട്ടായി നീന്തി പഠിച്ചതായതുകൊണ്ട് തന്നെ ചേട്ടായിക്ക് നന്നായിട്ട് നീന്തൽ അറിയാം. ഈ പുഴയിൽ ഒത്തിരി പേര് പുഴ കാണാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പുഴയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പുഴയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പുഴയിൽ ഇപ്പം വെള്ളം കുറവാണ്, പക്ഷെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം വരുന്ന ഒരു പുഴയാണ്. നമ്മൾ നടന്നു വന്നിട്ടുള്ള ആ റോട്ടിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം വെള്ളം കുറവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുഴ. ഇവിടുന്ന് ഞങ്ങൾ പപ്പായും ഞാനൊക്കെ ആയിട്ട് വന്നിട്ട് കല്യാണത്തിന് മുമ്പ് വന്ന് മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒറ്റയ്ക്കൊക്കെ വരാൻ എനിക്ക് പേടിയാണ്. ഞാനങ്ങനെ ഒറ്റയ്ക്കൊന്നും വരാറില്ല, ആരെങ്കിലും കൂട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ടൊക്കെ വരാറുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ പുഴ എന്ന് പറയുന്നത്. അക്കരെ കണ്ണൂർ ജില്ലയാണ്, ഇക്കരെ കാസർഗോഡ് ജില്ല. ഇവിടെ അടുത്ത് തന്നെ ഒരു കയമുണ്ട്, അപ്പോൾ അവിടെയാണ് ചേട്ടായി കുളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ കയമൊക്കെ കാണാം. അപ്പോൾ ഒത്തിരി പേര് ഇവിടെ സേവ് ദ ഡേറ്റും അതുപോലെ കല്യാണത്തിൻ്റെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി വരാറുണ്ട്. അങ്ങനെ ഞങ്ങളിനി കയത്തിലേക്ക് പോവാണ്. എനിക്ക് ഈ സമയത്തൊക്കെ നല്ല പേടിയാണ്, കാരണം ചേട്ടായി ഇതുവരെ നീന്തുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം ചേട്ടായി കുളിക്കാൻ പോവാണ്. പക്ഷെ ചാടി നീന്തുന്ന കണ്ടപ്പോൾ സമാധാനമായി, നന്നായിട്ട് നീന്തൽ അറിയാം. ഇതാണ് ഞങ്ങളുടെ പ്രകൃതി രമണീയമായ പുഴ. ഈ പുഴയിൽ ഒത്തിരി കയങ്ങളുണ്ട്, ഒത്തിരി ആഴമുള്ള കയങ്ങളൊക്കെ ഉണ്ട് ഈ പുഴയിൽ. അങ്ങനെ ഒത്തിരി പേര് മരിച്ചിട്ടൊക്കെ ഉണ്ട് ഈ പുഴയിൽ. നീന്തൽ അറിയാവുന്നവർക്ക് കുഴപ്പമില്ല, അല്ലാത്ത ആൾക്കാർക്ക് അപകടമാണ്. പക്ഷെ നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. ഇവിടെ ഒത്തിരി പേര് വന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാറുണ്ട്. ഈ കരയുടെ അക്കരക്കരയും താമസമൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. പക്ഷെ അവിടെ പുലിയൊക്കെ വന്നു എന്നാണ് പറയപ്പെടുന്നത്. കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതേപോലെ കാട്ടുപോത്തും കാട്ടുപന്നിയും ഒക്കെ വരാറുണ്ട്. അപ്പം കുറേ നേരം ചേട്ടായി പുഴയിൽ നീന്തുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറേ നേരം ഞങ്ങളിവിടെ ഇരുന്നു, കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേനും ഇരുട്ടാൻ തുടങ്ങി. അതേപോലെ തന്നെ മഴയൊക്കെ തൂളാൻ തുടങ്ങി, മഴയും ഇടിയൊക്കെ വരാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു വലിയ മഴ പെയ്തു. ഭയങ്കര ഇടിയും കാറ്റൊക്കെ വന്നിട്ട് നമുക്ക് പേടിയാവുന്ന രീതിയിൽ ഭയങ്കര വലിയ മഴ പെയ്തു. അപ്പോൾ ഞങ്ങൾ മഴയൊക്കെ കണ്ടു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ നാടും പുഴയും എല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.